ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് വരാക്കര എൻ്റെ സുഹൃത്തായ മുൻ പഞ്ചായത്ത് മെമ്പർ ദീപകിൻ്റെ വസതിയിലാണ്. അവിടെ ഒരു പ്രത്യേകതയുള്ളൊരു ഒരു വൃക്ഷം ഒരു പുഷ്പം ചെടി കണ്ടു. കാറ്റ്ഫ്ലോ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ സവിശേഷത കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ അത് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ നിങ്ങൾക്ക്? ഈ കാറ്റ്ഫ്ലോ ഇങ്ങനെ വീടിന് മുമ്പിൽ പടർന്ന് കണ്ടുകൊണ്ട്? ഇതുകൊണ്ട് ബുദ്ധിമുട്ടില്ല, ഉപകാരങ്ങളുണ്ട്. നല്ല കൂളിംഗ് ആണ്. അതുപോലെ തന്നെ പൊടി അകത്തേക്ക് എടുക്കില്ല. പിന്നെ കാണാൻ നല്ല ചന്തമാണ്, നല്ല കുളിർമയും. കുളിർമയാണ്. എന്താണ് ഇതിൻ്റെ ഒരു ശല്യം? ശല്യം പാമ്പ് ശല്യം അങ്ങനെ വല്ലതും? ഒരു ശല്യം ഇതുവരെ ഇല്ല. ഇതിൽ കുറേ കിളികൾ കൂട് കൂട്ടും, കൊച്ചു ചെറിയ ചെറിയ കിളികൾ കൂട് കൂട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു ശല്യങ്ങൾ ഇതുവരെ ഇല്ല. പാമ്പ് ഇതിൻ്റെ ഉള്ളിൽ കയറില്ല. കാരണം ഈ കാറ്റ്ഫ്ലോ എന്ന് പറഞ്ഞാൽ ഈ ചെടിയുടെ ഒരു ചെറിയൊരു ഞരമ്പ് പോലെ സാധനമുണ്ട്. ഈ ഞരമ്പ് നമ്മുടെ ഈ കൈമ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ശരിക്കും ഇങ്ങനെ പൂച്ച പിടിക്കുന്ന പോലെ കോറി പിടിക്കുന്ന ഒരു സംഭവമുണ്ട്. ഇത് ശരിക്കും ശ്രദ്ധിച്ച് നോക്കി കാണാം. പാമ്പ് കയറാൻ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു. പാമ്പ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇപ്പോൾ 3-ാമത്തെ വർഷം, 2 വർഷം കഴിഞ്ഞു, 3-ാമത്തെ വർഷമാണ് പോയത്. ഇതുവരെ ഒരു പാമ്പിൻ്റെ ഒരു ശല്യം ഉണ്ടായിരുന്നു. കണ്ടുവേണമെങ്കിൽ ആവശ്യം കൊടുക്കില്ല. ആവശ്യക്കാർ വന്ന് ചോദിച്ചാൽ അവർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. ചോദിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ വെട്ടി കൊടുക്കും. നമുക്ക് അതിൻ്റെ ഭംഗി കാണാം. വീടിന് മുമ്പിൽ വേറെ ഷെയ്ഡ് വെക്കേണ്ട ആവശ്യമില്ല. വേറെ ഇതിനു വേണ്ടി നമ്മൾ വേറെ കാശ് ചിലവാക്കേണ്ട കാര്യമില്ല. പിന്നെന്താ, നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് വെട്ടി ഒതുക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് നമുക്ക് ശല്യമായി തീരും. നല്ല വളർച്ചയുള്ള ചെടിയാണ്. കാര്യമായിട്ട് വെള്ളമോ വളമോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.